ഞാൻ തന്നെയാണെങ്കിലും ചിലപ്പോൾ അത് ചെയ്യില്ല. അതും 100 കിലോമീറ്റർ അകലെ അല്ലെങ്കിൽ 200 കിലോമീറ്റർ എന്നൊക്കെ അകലെ വന്നിട്ട് വണ്ടി അടക്കം കാണാണ്ട് ചിലപ്പോൾ ഞാനടക്കം ചെയ്തൊന്നുമില്ല. എന്നാലും ഒരുപാട് വണ്ടി ഒരു കുറഞ്ഞത് ഇപ്പൊ ഒരു 4 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 25 വണ്ടിയിലും മേലെ അതേപോലെ എടുത്തു. ഇത് നമുക്ക് 1,10,000 രൂപയ്ക്ക് കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 2010 മോഡൽ ഇത്രയും ക്ലീൻ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ആക്സിഡന്റ് ഒന്നും ഈ 2002 വണ്ടി ആയാലും അങ്ങനെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമുക്ക് എന്താ പ്രൈസ്? അതാണ് കേൾക്കേണ്ടത്. ഇത് നമുക്ക് 1,70,000 രൂപയ്ക്ക് കൊടുക്കാം. എന്തായാലേ 1,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. അതായത് ബഡ്ജറ്റ് വണ്ടികൾ മാത്രം അല്ലേ? ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ റോയൽ യൂസ്ഡ് കാർസിലെ 2ാമത്തെ എപ്പിസോഡാണ്. 2ാമത്തെ എപ്പിസോഡിൽ നമുക്ക് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് നമ്മുടെ ആൽബർട്ട് ഏട്ടൻ തന്നെയാണ്. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ വണ്ടികൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെയുള്ള കുറച്ച് ക്വാളിറ്റിയുള്ള വലിയ വണ്ടികളൊക്കെ ഞാൻ കാണിച്ചിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കയറി കാണണം. നല്ല പ്രൈസിലുള്ള കുറച്ച് വണ്ടികൾ അതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്ന എല്ലാം അതായത് ബഡ്ജറ്റ് വണ്ടികൾ മാത്രം അല്ലേ? ഏകദേശം ഒരു 3 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്നത് എല്ലാം അതുപോലെയുള്ള വണ്ടികളാണ്. നിങ്ങൾക്ക് വളരെ വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന വണ്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ആരും മിസ് ചെയ്യരുത് കേട്ടോ. കാരണം ഇത് കാണണം നിങ്ങൾ. എന്തായാലും നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന അത്രയും നല്ല വണ്ടികളുണ്ട്. ആദ്യത്തെ വണ്ടി i10 തന്നെ തുടങ്ങാം അല്ലേ? i10. ഓക്കെ. ഇത് ശരിക്കും ഏതാ മോഡലൊക്കെ? ഇത് 2009 മോഡൽ. 9 2009 വണ്ടിയാണ് ഇപ്പൊ. അതായത് ഇനി 5 വർഷം പേപ്പർ ഉണ്ട്. 5 വർഷം 2029 വരെ പേപ്പർ ഉണ്ട്. അതായത് ഇത് 2009 ആണെങ്കിൽ ഇതിനൊരു ഹൈലൈറ്റ് ഉണ്ട്. അതായത് ഇത് ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ചുകൊണ്ട് 2019 വണ്ടിയൊക്കെ നിങ്ങൾക്ക് 2009 വണ്ടിയൊക്കെ സിംഗിൾ ഓണർ കാണാൻ പറ്റുകയെന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം. അതും ഓട്ടോമാറ്റിക് വണ്ടി, ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഇത് കിലോമീറ്റർക്ക് എത്ര ഓടി ഉണ്ടാവും? ഇത് 90,000 കിലോമീറ്റർ. അതൊക്കെ ജെനുവിൻ ആയിരിക്കും. ഓക്കെ. ഇത് നമുക്ക് എന്തായാലും ഒരു 12 കിലോമീറ്റർ മൈലേജ് കിട്ടൂലേ? 12-13 ഇടയിലൊക്കെ കിട്ടും. അതായത് വളരെ ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോമാറ്റിക് വണ്ടി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് വണ്ടി അല്ലേ? ഓക്കെ. പിന്നെ ടയർ ഇത് ടയറൊക്കെ അത്യാവശ്യം 90% ടയറുണ്ടല്ലോ. ടയറുണ്ട്. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു റീപ്ലേസും ഇല്ലല്ലോ. വണ്ടി ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? നമുക്ക് 2,25,000 രൂപയ്ക്ക് കൊടുക്കാം. 2,25,000. 2009 ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണ്, CVT ആണ്. അതുകൊണ്ടൊക്കെയാണ് ചെറിയ പ്രൈസിൽ ഒരു വ്യത്യാസം വരുന്നത്. 2,25,000 രൂപ. പക്ഷേ ഇതിന്റെ ക്വാളിറ്റി കണ്ട് നിങ്ങൾ ആരും ആ പ്രൈസിന് എടുത്തു പോകും കേട്ടോ. അത്രയും ക്വാളിറ്റിയുള്ള വണ്ടിയാണ്. നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിൾ ആവും ചെയ്ത് കൊടുക്കാം അല്ലേ? പിന്നെ നമ്മുടെ ആൾക്കാർക്ക് ഒരു പ്രത്യേകിച്ച് പരിഗണന. പിന്നെ എന്താന്ന് വെച്ചാൽ ഇത് 2 ലക്ഷം രൂപയ്ക്കും കൊടുക്കുന്ന വണ്ടികൾ ഉണ്ടായിരിക്കാം. പക്ഷെ വണ്ടി ഇത് ഒരു ആക്സിഡന്റോ അല്ലെങ്കിൽ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കില്ല. ചെറിയ ചെറിയ ബമ്പർ സൈഡ് ടച്ചപ്പ് അല്ലാണ്ട് ഇതിന്റെ ബോഡി സൈഡിലേക്ക് ഒരു ഒരു വണ്ടിയും എങ്ങനെ ഹിസ്റ്ററി എടുത്താലും ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി കാണില്ല. അതായത് മേജർ ആക്സിഡന്റ് ഒന്നുമില്ല അല്ലെ? ഓക്കെ. ടച്ചപ്പ് എന്ന് പറയുന്ന സാധനം ആക്സിഡന്റ് ആയിട്ട് കണക്ക് കൂട്ടുകയോ വേണ്ട. അതായത് ഞാൻ പറഞ്ഞല്ലോ, ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ബോണറ്റ് മാറുക, മെയിൻ ഗ്ലാസ് മാറുക, ഈ ഡോറ് മാറുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പറയുന്നത്. അപ്പോൾ അതങ്ങനത്തെ ഒരു വിഷയവും ഈ കിടക്കുന്ന ഒരു വണ്ടിയിലും, ഇത്രയും ലോ ബഡ്ജറ്റ് വണ്ടിയും പഴയ വണ്ടിയായിട്ട് പോലും ഉണ്ടാവില്ല. 1 ലക്ഷം രൂപ വരെ താഴെയുള്ള വണ്ടിയാണെങ്കിലും അതങ്ങനത്തെ ഉണ്ടാവില്ല. അതെ. ഇതിൽ നമുക്ക് ലോൺ കയറുമോ? ഇതിനൊക്കെ C2CC ആയിട്ട് ഏകദേശം 1 ലക്ഷം രൂപ ലോൺ കിട്ടും അല്ലേ? ഒരു കാരണവശാലും സേട്ട് ലോൺ എടുക്കരുതെന്ന് തന്നെ ഞാൻ പറയും. കാരണം അത് 8ന്റെ പണി കിട്ടും. അതുമല്ല വണ്ടിയുടെ ഇരട്ടി അടച്ച് തീരേണ്ടി വരും, മുടിഞ്ഞു പോകും. ഓക്കെ. ഈ ഇൻഡിക്ക് ഏതാ മോഡൽ? വിസ്റ്റ. ഇത് 2012 മോഡൽ. 12 ആണ്. ഇത് വിസ്റ്റ ശരിക്കും ന്യൂ ഷേപ്പ് വണ്ടിയാണ് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ ഷേപ്പിലുള്ള ലാസ്റ്റ് വണ്ടികളിൽ ഒന്നാണ് അല്ലേ? ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഫുൾ ഓപ്ഷൻ VX. അതായത് പിന്നെ 4 ഡോർ വിൻഡോ, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് അടക്കം വരുന്ന വണ്ടി. പിന്നെ അത് പറയേണ്ടത് 4 പുത്തൻ ടയറുണ്ട്. അത്യാവശ്യം നല്ല ക്ലീൻ ആണെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ക്ലീൻ ആണ്. ഇത് കോട്ടറാജെറ്റ് എഞ്ചിനാണ്. നല്ല മൈലേജ് കിട്ടും കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ബോഡീനെ വെല്ലാൻ ഇപ്പോൾ ഉള്ള ഒരു വണ്ടിയും ഇല്ല. പിന്നെ ഇത് ഓണറും സിംഗിൾ തന്നെ. എന്റെ പൊന്നോ, ഇതും സിംഗിൾ ആണ്. നിങ്ങൾ എവിടുന്ന് തപ്പി പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവാത്ത. ഇതിന് വേണ്ടിട്ട് അടക്കം 3 ആള് കിടന്ന് നടക്കുക എവിടെന്നെങ്കിലും എടുക്കാൻ. അതെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ടയർ അപ്പോളോന്റെ 4 പുത്തൻ ടയറും കിടക്കുന്നുണ്ട്. സിംഗിൾ ഓണർ 2011 ഇൻഡിക്ക വിസ്റ്റ കോട്ടറാജെറ്റ്. ഇതൊക്കെ നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും കിട്ടും? അതും ഈ കണ്ടീഷനിൽ. ഇത് എത്ര ഓടി ഉണ്ടാവും? 1,34,000 കിലോമീറ്റർ ഓടി അല്ലേ? പക്ഷെ ആ കിലോമീറ്റർ ഓടിയാലും ഇതിന് അങ്ങനെ വലിയ വണ്ടി കണ്ടാ പറയില്ല, അതേപോലെ ഓടിച്ചു നോക്കിയാലും പറയില്ല അല്ലേ? നല്ല ക്ലീൻ വണ്ടി. ഇനി ഇതിന്റെ പ്രൈസും കൂടി ഒന്ന് കേൾക്കട്ടെ. ഇത് നമുക്ക് 1,40,000 രൂപ. എന്റെ മോനെ, അതായത് 1,40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാം. മെയിൻ ഗ്ലാസ് മാറിയിട്ടില്ല, ഒരു തരത്തിലുള്ള പണിയെടുക്കാത്ത സിംഗിൾ ഓണർ വണ്ടി. ഇത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. സത്യം പറയാം, ഞാൻ വേറെ എവിടെ ഇത്രയും ക്വാളിറ്റിയുള്ള വണ്ടിയൊന്നും കണ്ടിട്ടില്ല. ഒന്ന് നോക്കിക്കോളൂ.
നമുക്ക് കുറയുമല്ലോ അല്ലേ, ചെയ്തു കൊടുക്കാം. അടിപൊളി. അപ്പൊ എന്തായാലും നോക്കിക്കോട്ടെ, അത്രയും ക്ലീൻ വണ്ടിയാണ്. അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു അൾട്ടോയും കൂടെ കിടക്കുന്നുണ്ട്. ചേട്ടാ ഇത് ഏതാ മോഡല്? ഇത് 2010 മോഡൽ. 10 ഇത് സിംഗിൾ ഓണർ ആണോ? അല്ലല്ല, ഇത് തേർഡ് ഓണറാണ്. അപ്പൊ എന്തായാലും ഈ ടൈപ്പ് സാധനം ഉണ്ട്. അതെ, അടിപൊളി. പിന്നെ ഇത് ശരിക്കും കിലോമീറ്റർ ഒന്നും ഓട്ടോ ഒന്നും പറയണ്ടല്ലോ. ഇതിൽ കാണുന്നത് 90,000 കിലോമീറ്റർ ആണ്. പിന്നെ മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, അത് കാര്യമായി ഇടി വല്ലതും ആയിരിക്കും. വേറെ ബോണറ്റോ ബാക്കി ഒരു ഭാഗങ്ങളോ ഡോറോ ഒന്നും മാറിയിട്ടില്ല അല്ലേ? ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയാണ് കേട്ടോ. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇത് എ സിയും പവർ സ്റ്റിയറിംഗ് ഒക്കെ വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് പക്ക വർക്കിംഗ് ആണ് അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് 1,10,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 1,10,000. 2010 മോഡൽ വണ്ടിയാണ് കേട്ടോ. ഇപ്പൊ നിലവിൽ പേപ്പർ 25 വരെ പേപ്പർ ഉണ്ട്. 25 10 മാസം വരെ പേപ്പർ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അതിന്റെ കാര്യം നിങ്ങൾ പേടിക്കണ്ട. 1,10,000 രൂപ എന്തെങ്കിലുമൊക്കെ ഒരു നെഗോസിയേഷൻ ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ. ആവറേജ് വണ്ടി എന്ന് പറയാം. അതുപോലെ തന്നെ ഈ ഇയോൺ ആണെങ്കിലോ 2013 മോഡൽ. 13 ആണ്. അത്യാവശ്യം നല്ല വൃത്തിയാണ് കേട്ടോ. ബോഡി വൈസ് ഒന്നും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇത് എത്രയാട്ടോ ഓട്ടോ ഒക്കെ? ഇത് 72,000 കിലോമീറ്റർ. 72,000. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഇല്ല, ഒന്നുമില്ല. ഇത് ഒരു റീപ്ലേസ് ചെയ്യാത്ത വണ്ടി, ക്ലീൻ വണ്ടി അല്ലേ? പിന്നെ ഇന്റീരിയർ ഒക്കെ നല്ല വൃത്തിയാണ്. ഇത് ശരിക്കും വേരിയന്റ് ഏതാ? ഇത് എറാ പ്ലസ് ആണ്. എനിക്ക് തോന്നുന്നു പവർ സ്റ്റിയറിംഗും എ സി പവർ സ്റ്റിയറിംഗും 2 ഡോർ പവർ വിൻഡോയും വരും അല്ലേ? ഇതിൽ പവർ വിൻഡോ വരും. അതെ. പിന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 70-80% ഉണ്ട്. ഒരു ഭാഗത്തും വേറെ ഒന്നും പറയാനില്ല. സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? ഓക്കെ, ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 1,75,000 രൂപ കൊടുക്കാം. 1,75,000. ഓക്കെ, 2013 വണ്ടിയാണ് കേട്ടോ. 1,75,000 രൂപ. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന വളരെ വളരെ മെയിൻ്റെനൻസ് കുറഞ്ഞ ഒരു വണ്ടി അല്ലേ? ഒരു ചെറിയ ഫാമിലിക്കൊക്കെ ഒരു ചെറിയ വണ്ടി പറ്റുന്ന വണ്ടി. പിന്നെ ബോഡി വൈസ് ഒന്നും ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിനൊക്കെ എന്തായാലും ടച്ചപ്പ് ഒക്കെ വന്നിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും. മേജർ ഒന്നുമില്ലല്ലോ? ആക്സിഡന്റും കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്യേ, ഗ്ലാസോ അല്ലെങ്കിൽ ബോണറ്റോ ഒന്നും റീപ്ലേസ് ചെയ്യേ, ഗ്യാരണ്ടി കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ സെയിം സാധനം ഒരു നീല വണ്ടി ഇവിടെ ഉണ്ട്. ഇതാണെങ്കിലോ? ഇത് 2013 തന്നെയാണ്. 13 തന്നെയാണ്. സെയിം വേരിയന്റ് ആണോ? ഇല്ലല്ല, ഇത് ഡെൽറ്റ പ്ലസ് ആണ്. ഇതിൽ പക്ഷേ 2 ഡോർ വിൻഡോ വരില്ല കേട്ടോ. എ സി പവർ സ്റ്റിയറിംഗ് മാത്രം. ഓക്കെ, ഈ കിലോമീറ്റർ എത്രയാ? ഇത് 76,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണല്ലേ? ഓക്കെ, 13 സിംഗിൾ ഓണർ വണ്ടിയാണ്. ടയർ ഭാഗങ്ങളും ഏകദേശം 90% ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയറും സീറ്റ് കവറൊക്കെ ഉണ്ട് കേട്ടോ. ഒരു മ്യൂസിക് സിസ്റ്റം അതിനകത്ത് ഇരിപ്പുണ്ട്. വർക്കിംഗ് ആണ്. ഓക്കെ, ഒരു ഭാഗത്തേ ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, പിന്നെ നീല വണ്ടിയും കൂടിയാണ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാര്യമായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് ഫൈനൽ 1,75,000 കൊടുക്കാം. ഹൈ ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അതെ. ഇത് 76,000 കിലോമീറ്റർ ഫുള്ള് ഇപ്പോഴും കമ്പനി സർവീസ് ചെയ്യുന്ന വണ്ടിയാണല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അതായത് 1,75,000 രൂപ ഫൈനൽ പ്രൈസാണ്. 2013. അത്രയും ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. വരിക, ചെക്ക് ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യുക അല്ലേ? എന്നിട്ട് മാത്രം എടുക്കുക. എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ആൽബർട്ട് ഏട്ടനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മുടെ വീഡിയോയുടെ മേൽഭാഗത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. എങ്ങനെ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ ഞാൻ കാണിച്ചതിൻ്റെ പുറമെ എന്തെങ്കിലും വേണമെങ്കിൽ ഒക്കെ അയച്ചു തരും കേട്ടോ. ഇനി ഈ സ്വിഫ്റ്റ് ആണെങ്കിലോ? ഇത് 2013 ഡിസയർ ആണല്ലേ? ഡിസയർ ഡീസൽ VDI ആണ്. ഇത് എത്ര ഓടിയിട്ടൊക്കെ ഉണ്ട്? ഇത് 76,000 കിലോമീറ്റർ. 65,000 കിലോമീറ്റർ വരെ 2023 ജനുവരിയിൽ സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 75 ചില്ലറ ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ടയർ ഭാഗങ്ങളൊന്നും മോശമില്ല. അതായത് മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2013 10 മാസം വണ്ടി. 10 മാസം. അതായത് 13 അപേക്ഷിച്ച് വളരെ ലോ കിലോമീറ്റർ തന്നെ പറയാം. ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. സെക്കൻഡ് ഓണർ ആണ്. മെയിൻ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല കേട്ടോ. ബോണറ്റ് മാറിയില്ല. പക്ഷെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3,70,000 രൂപയ്ക്ക് കൊടുക്കാം. 3,70,000 കൊടുക്കാം അല്ലേ? ഡിസയർ VDI ക്ലീൻ വണ്ടി VDI കേട്ടോ. മിഡിൽ ഓപ്ഷൻ ആണ്. ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ബേസിക്കലി വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പിന്നെ ടയർ ഭാഗം ഞാൻ പറഞ്ഞല്ലോ 90% ടയറും ഉണ്ട് കേട്ടോ. പിന്നെ വേറെ ഒരു ഭാഗത്ത് ഇല്ലല്ലോ? ഇല്ല. ക്ലീൻ വണ്ടി. ലോൺ കയറില്ല നമുക്ക് മാക്സിമം? പിന്നെ ഇതുമൊക്കെ 3,25,000 രൂപ മിനിമം ലോൺ കയറും. ഏകദേശം നിങ്ങൾ ഒരു 50 രൂപേന്റെ ഉള്ളിൽ കൈക്കൊണ്ടോ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. നമ്മൾ ആ ഇയോണിന്റെ ലോണിന്റെ കാര്യം പറയാൻ മറന്നു. ഇയോണൊക്കെ എങ്ങനെ പോയാലും 1,50,000 രൂപ മിനിമം കിട്ടണ വണ്ടികളല്ലേ? അതായത് 2 രൂപ താഴെയുള്ള വണ്ടിക്കൊക്കെ 1,50,000 രൂപ ലോൺ കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഏകദേശം ഒരു 25 രൂപ ഉണ്ടെങ്കിൽ ആ ഇയോണുകൾ എടുക്കാൻ പറ്റും. അതെന്തായാലും മിസ് ചെയ്യേണ്ട ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഇനി അമേസ്, നല്ലൊരു അമേസ് കിടപ്പുണ്ടല്ലോ. ഇത് പെട്രോൾ ആണോ? ഇത് പെട്രോൾ. ഇതിന്റെ അകത്ത് നല്ല 4 അലോയ് വീലും 4 കിടിലൻ ടയറും കിടപ്പുണ്ട്. അതെന്തായാലും മുതലാണ്. ഇന്റീരിയലും എല്ലാം സീറ്റും എല്ലാം നല്ലത് ക്ലീൻ ആണല്ലേ? പിന്നെ ലോ കിലോമീറ്റർ ആണ്. 63,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. പെട്രോൾ തന്നെയല്ലേ? പെട്രോൾ. ഐവിടെക് എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. നമ്മുടെ ഹോണ്ടന്റെ മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2013 10 മാസം വണ്ടി. 13 10 മാസം അല്ലേ?
ഇത് പെട്രോളിൽ എങ്ങനെ പോയാലും ഒരു 15 മൈലേജ് കിട്ടും. 15 മൈലേജ് 16 മൈലേജിന്റെ ഇടയിൽ കിട്ടും. അതേപോലെ മ്യൂസിക്സും സാധനങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ളതുണ്ട്. ഇത് എറണാകുളം രജിസ്ട്രേഷൻ വണ്ടിയാ അല്ലേ? എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ വണ്ടി 63,000 ഫുള്ള് സർവീസ് ഉള്ള സർവീസ് ഉണ്ട് അല്ലേ? അതാ വണ്ടീന്റെ കോലം കാണുമ്പോൾ തന്നെ അറിയാട്ടോ, നമുക്ക് അത്രയും നീറ്റാണ്. ഒരു കംപ്ലൈന്റ് ഒരു പ്രശ്നം അതിൻ്റെ അത് പറയാനില്ല. അലോയ് കാര്യങ്ങളും ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് നല്ല പ്രൊജക്ഷൻ ഉള്ള നല്ല വൃത്തിയുള്ള അലോയ് വീലുമാണ്. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3,50,000 രൂപ. 3.5 ലക്ഷം രൂപ. 2013 ഇത്രയും വലിയ വണ്ടി, ക്വാളിറ്റി വണ്ടി, ലോ കിലോമീറ്റർ, ഏകദേശം ഒരു 3 കയറുമോ ലോണ്? 3 ലക്ഷം രൂപ മിനിമം ലോൺ കിട്ടും. മിനിമം ലോൺ കിട്ടുന്ന പറഞ്ഞാൽ ഇതെല്ലാം പ്രൊഫൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതെ. അപ്പൊ നിങ്ങൾ വരിക, നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ഒരു പക്ഷേ ഫുൾ ലോൺ കിട്ടിയേക്കാം അല്ലേ? ട്രാക്ക് അനുസരിച്ച്. അതെ. അത് നിങ്ങൾ ഉറപ്പിക്കണ്ട. 3 ലക്ഷം രൂപ എന്തായാലും കിട്ടും. ഒരു 50,000 രൂപ കൊണ്ട് പോരെ. ബാക്കി എത്ര കിട്ടിയാലും നിങ്ങൾ എടുത്തോളൂ കേട്ടോ. പിന്നെ ഇതാണെങ്കിലോ റെഡിഗോ 2017 മോഡൽ. 17 ആണ്. ഓക്കെ. 2017 ഇത് എത്ര ഓട്ടോ ഒക്കെ? ഇത് 72,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി തന്നെ. 72 അല്ലേ? ഈ 72 ഒക്കെ ജെനുവിൻ ആയിരിക്കും അല്ലേ? ജെനുവിൻ തന്നെയാവും. കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. വണ്ടിയുടെ ക്വാളിറ്റി കണ്ടാലും മനസ്സിലാവും. ഇത് മാനുവൽ അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ. അല്ല, മാനുവൽ വണ്ടി. ഓട്ടോമാറ്റിക് അല്ല. അതെ. പിന്നെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയാണ് കേട്ടോ. 2 ഡോർ പവർ വിൻഡോയും വരും. പിന്നെ കമ്പനി സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കാര്യമായ ഒന്നും കൂടുതൽ ഇതിനിപ്പോൾ പറയേണ്ട ഒരു ആവശ്യമില്ല. ഹിസ്റ്ററി മാത്രമല്ല, വേറെ ടച്ചപ്പ് ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. സിംഗിൾ ഓണർ തന്നെ. സിംഗിൾ ഓണർ വണ്ടി. അടിപൊളി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 1,85,000 രൂപയ്ക്ക് കൊടുക്കാം. മോഡൽ ഏതായിരുന്നു? 2017 വണ്ടി. എന്റെ പൊന്നെ, അതായത് 17 വണ്ടി 1,85,000 രൂപയ്ക്ക് അല്ലേ? ഒരു 1,70 ഒക്കെ സുഖസുന്ദരമായിട്ട് ലോൺ കയറും. ഇത് ഫുൾ ലോൺ കിട്ടും. പിന്നെ ഒരു 10 രൂപ വെറുതെ വേണമെങ്കിൽ കൊണ്ടുവരാ. അഥവാ കിട്ടിയിലേക്ക് ഫുൾ ലോൺ കിട്ടും. ആർക്കും കിട്ടും അല്ലേ? ഇത്രയും ചെറിയ പൈസ നമ്മൾ ചോദിച്ചിട്ടുള്ള വണ്ടികൾ അതൊക്കെ. ഒരു റീപ്ലേസും ഇല്ലല്ലോ? ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ആക്സിഡന്റോ കാര്യങ്ങളോ ഫ്ലഡോ ഒന്നും ഇല്ലാത്ത വണ്ടി. സിംഗിൾ ഓണർ വണ്ടി 2017 1,85,000 രൂപ. ഇത് ആർക്കെങ്കിലും വേണേ നോക്കിക്കോ. ഇതൊക്കെ ഈ പ്രൈസിൽ ഇനിയിപ്പോ വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എന്തായാലും പെട്ടെന്ന് വിളിച്ചാൽ വേഗം കിട്ടും. കളറൊക്കെ പ്രീമിയം കളർ, നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി. പിന്നെ ഇനി ഇവിടെ ഒരു നല്ല റെഡ് കളറിലുള്ള ഒരു ഐറ്റം കൂടി ഉണ്ടല്ലോ. ഇതേതാ മോഡൽ? 2011 മോഡൽ ന്യൂ ഷേപ്പിൽ വരുന്ന വണ്ടി. 11 ന്യൂ ഷേപ്പ് അല്ലേ? അതായത് കാപ്പ എഞ്ചിൻ വരുന്ന ഹെഡ്ലൈറ്റിലൊക്കെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതും ഈ ഹെഡ്ലൈറ്റിലും ബാക്കില് ബമ്പർമേയുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റും ഒക്കെ വ്യത്യാസം. അതും സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ ആണ്. ഇപ്പോഴും കമ്പനി സർവീസ് വണ്ടി. 37,000 കിലോമീറ്റർ ഫുള്ള് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. ഇതൊക്കെ ശരിക്കും ഉള്ളത് തന്നെയാണോ? ഫുള്ള് കമ്പനി സർവീസ്. നിങ്ങൾ ഈ ഞാൻ ഒരു വണ്ടിയും നമ്പർ പ്ലേറ്റ് മൂടി വെച്ചിട്ടില്ല. ആർക്കും വേണമെങ്കിലും ചെക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഇനി ഇവിടേക്ക് ഏതെങ്കിലും വർക്ക്ഷോപ്പുകാരോ ആരെങ്കിലും കൊണ്ടുവന്ന് ഈ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അതിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അവര് ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞിട്ട് വണ്ടി എടുത്താൽ മതി. അതിനുള്ള പെട്രോൾ ഇതിൽ ഉണ്ടാവും. ഇതിപ്പോ മോഡൽ 2011 ന്യൂ ഷേപ്പ് ആണ്. അതും വെറും 30 സംതിങ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. 37,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. ഒരു റീപ്ലേസും ഇല്ല. ഒന്നുമില്ല. ക്ലീൻ വണ്ടി. ഒരു റീപ്ലേസും ഇല്ല. ക്ലീൻ വണ്ടി. ഇതിന്റെ വിലയും കൂടി കേൾക്കട്ടെ. ഇത് 2 ലക്ഷം രൂപ. 2 ലക്ഷം രൂപ ഫൈനൽ റേറ്റ്. ഫൈനൽ ആണല്ലേ? ഓക്കെ. ഇത് നിങ്ങൾ എടുത്തോളൂ. ഇത് നിങ്ങൾക്ക് വേർത്താണ്. ഞാൻ 100% പറയും. ഇത് ഈ ചേട്ടൻ പറഞ്ഞ കണക്കിന് കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഒരു ആളും മടിച്ച് നിൽക്കേണ്ട. വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ വണ്ടികളിലും, അതായത് 50,000 1 ലക്ഷത്തിന്റെ 10 ലക്ഷത്തിന്റെ എല്ലാ നമ്പർ പ്ലേറ്റും നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കും. അതെ. ഇനി എങ്ങനെ വേണമെങ്കിലും അവർക്ക് ചെക്ക് ചെയ്യാം, ഹിസ്റ്ററി എടുക്കാം. അത് കഴിഞ്ഞിട്ട് വരാം. ഇവിടെ വന്നിട്ട് എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. അതെ. അതൊക്കെ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ. അതായത് നമ്മൾ വിൽക്കുന്ന മുതലിനോടുള്ള ഒരു കോൺഫിഡൻസ് ആണ്. പിന്നെ ഇത് വേരിയന്റ് നമ്മൾ പറഞ്ഞില്ല. വേരിയന്റ് ഇറ 4 ഡോർ വിൻഡോ വരുമോ? 2 ഡോർ വിൻഡോ അല്ലേ? ഓക്കെ. AC പവർ സ്റ്റിയറിംഗും 2 ഡോർ വിൻഡോയും വരും. ഇത് മിസ് ചെയ്യണ്ട കേട്ടോ. ആരെങ്കിലും വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ. അത്യാവശ്യം കുറച്ച് വലിപ്പമൊക്കെയുള്ള ഡാറ്റ്സന്റെ ഒരു ഗോ എന്ന് പറഞ്ഞൊരു മോഡൽ വണ്ടി കാണിച്ചു കൊടുക്കാം അല്ലേ? 2014. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ റീസെയിൽ മാർക്കറ്റ് കുറവായതുകൊണ്ട് വളരെ വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാം. അതായത് 1.2 ലിറ്റർ നമ്മുടെ പെട്രോൾ എഞ്ചിനാണ്. സാധാ സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം പവറുള്ള വണ്ടി അല്ലേ? 1.2 ആണ്. പിന്നെ ഡാറ്റ്സിന്റെ ഒക്കെ ആയതുകൊണ്ട് എന്തുകൊണ്ടോ ഇതിനൊരു വില ഇല്ലാണ്ടായി. ഇത് 14 എത്ര ഓടിയിട്ടുണ്ട്? ഇത് 80,000 കിലോമീറ്റർ. 80,000 ജെനുവിൻ കിലോമീറ്റർ ആയിരിക്കും. കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ അടിപൊളി. അതായത് സിംഗിൾ ഓണർ വണ്ടിയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇത് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നും റീപ്ലേസ് ചെയ്തില്ല. ഒരു കുഴപ്പവും ഇല്ലാത്ത ക്ലീൻ വണ്ടി. ഇത് 6 സീറ്റർ അല്ലല്ലോ? അല്ല 5 സീറ്റർ തന്നെയാണ്. ഓക്കെ. അതായത് ഡ്രൈവർ സീറ്റിന്റെ അവിടെയുള്ള കുറച്ചൊരു ഭാഗം കയറി നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല.
പിന്നെ കിലോമീറ്റർ എത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്? 80,000 കിലോമീറ്റർ, 2014 10ാം മാസം വണ്ടി. ഇത് ഹിസ്റ്ററി കിട്ടുമല്ലോ അല്ലേ? ഗ്ലാസ് ഒറിജിനൽ നിസാന്റെ ഷോറൂമിലല്ലേ സർവീസ് അല്ലേ? ഇവിടെ അടുത്ത തൃശ്ശൂർ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ സർവീസിനോ കാര്യങ്ങൾക്കോ ഒന്നിനും പേടിക്കണ്ട, നിസാന്റെ ഷോറൂമിൽ പോയാൽ മതി കേട്ടോ. ഇത് നമുക്ക് എന്താ പ്രൈസ്? അതാണ് കേൾക്കേണ്ടത്. ഇത് നമുക്ക് 1,70,000 രൂപയ്ക്ക് കൊടുക്കാം. എന്തായാലേ 1,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം കിട്ടും. സാധാ സ്വിഫ്റ്റിന്റെ അതേ ക്വാളിറ്റിയുള്ള അതേ മൈലേജ്, പവർ എല്ലാം അതന്നെ. പക്ഷേ ഡാറ്റ്സൺ എന്നുള്ളൊരു പേരാണ് ഇതിന് വില കുറച്ചത്. അതെ അതെ, 1,75,000 രൂപയ്ക്ക് അല്ലേ കിട്ടും. എന്തായാലും ലോൺ ഫുൾ ലോൺ കയറില്ലേ? ഇതൊക്കെ ഫുൾ ലോൺ കൊടുക്കാനുള്ള വണ്ടികളാ. അതെ അല്ലേ? ഓക്കെ, 1 രൂപ പോലും കൊണ്ടുവരണ്ട, നിങ്ങൾക്ക് ഇത് എടുത്തുകൊണ്ട് പോകാം കേട്ടോ. അത്രയ്ക്കും ക്ലീൻ വണ്ടിയാണ്, സിംഗിൾ ഓണറും കൂടിയാണ്. ഇവിടെ ഒരു സ്വിഫ്റ്റ് കിടപ്പുണ്ട്, ഇതും കൂടി ഒന്ന് പറഞ്ഞുതരാം. ഇത് ഏതാ ചേട്ടാ മോഡല്? ഇത് 2015 മോഡൽ. 15 ഓക്കെ. 2015 പെട്രോൾ ആണെന്ന് തോന്നുന്നു അല്ലേ? പെട്രോൾ VXI മിഡിൽ ഓപ്ഷൻ ആണ്. പക്ഷെ നല്ല വൃത്തിയുണ്ട്. അതായത് 4 ടയർ ഏകദേശം 80% ടയർ ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്തെയും പുറമേ നിന്ന് കാണുന്നുമില്ല. ഇത് ഓട്ടം എത്രയാണ്? 1,40,000 കിലോമീറ്റർ ഓടിയുണ്ട്. ഓട്ടം കുറച്ച് കൂടുതലാണ്. 15 മോഡലിനെ അപേക്ഷിച്ച് കുറച്ച് കൂടുതലാണ്. അതും പെട്രോൾ ആയതുകൊണ്ട്. ഡീസൽ ആയതുകൊണ്ട് വലിയ കുറ്റം പറയാനില്ലായിരുന്നു. പക്ഷെ പെട്രോൾ ആകുമ്പോൾ കുറച്ച് കൂടുതലാണ്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നും റീപ്ലേസ് ചെയ്തില്ല. ഇതിലെ ആയി കൂടി ഒരു നെഗറ്റീവ് എന്ന് പറയാൻ ഈ ഓട്ടം മാത്രം. അതെ അതെ. ഇത് സിംഗിൾ ഓണർ വണ്ടി. അടിപൊളി. അതിനനുസരിച്ച് നമ്മള് വിലയിലും അതിന്റെ വില വ്യത്യാസം ഉണ്ടാവും. നമുക്കതൊരു നമ്മളൊരു ആസ്ക് ചെയ്യുന്നത് ഒരു 3.5 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 3.5 കൊടുക്കാം. അതായത് 15 പെട്രോൾ വണ്ടിയാണ് കേട്ടോ. കുറച്ച് കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, സിംഗിൾ ഓണർ വണ്ടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ വലിയ അതുമല്ല, പെട്രോളിനെ സംബന്ധിച്ച് 3.5 ലക്ഷം കിലോമീറ്റർ വരെ ഒന്നും എഞ്ചിൻ ഭാഗത്ത് ഉണ്ടാവില്ല. പ്രോപ്പർ സർവീസ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പണി കിട്ടുവേ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് പിന്നെ വേരിയന്റ് VXI അല്ലേ പറഞ്ഞത്? VXI. ഓക്കെ, എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 1.40 ഓടിയെന്നുള്ളൂ. കറക്റ്റ് ഹിസ്റ്ററി എടുത്തരും. സിംഗിൾ ഓണർ വണ്ടിയാണ്. 3,50,000 രൂപ. ഫുൾ ലോൺ കയറില്ലേ? ഇതൊക്കെ സുഖമായിട്ട് അങ്ങോട്ട് കിട്ടും കാശ്. 3,75,000 നമുക്ക് സുഖമായിട്ട് ലോൺ ചെയ്യാം അല്ലേ? അത് വേണമെന്ന് വാങ്ങിക്കോ, വേണമെങ്കിൽ വാങ്ങിക്കാം, വേണ്ടെങ്കിൽ വാങ്ങണ്ട, അത് നിങ്ങളുടെ ഇഷ്ടം അല്ലേ? ഓക്കെ, എന്തായാലും 15 വണ്ടി നോക്കിക്കോളൂ. അതുപോലെ തന്നെ ഒരു വാഗണറും കൂടി ഇവിടെ ഉണ്ടല്ലോ. ഇതോ? ഇത് 2010 മോഡല്. 10 ഇത് 10 ഇത് 2010 മോഡൽ. അടിപൊളി. അത് 2010 കണ്ടാൽ ഒരിക്കലും പറയില്ല കേട്ടോ, അത്രയും ക്ലീൻ വണ്ടിയാണ്. 2010 LXI ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. LXI ആയതുകൊണ്ട് തന്നെ 2 ഡോർ വിൻഡോയും AC പവർ സ്റ്റിയറിംഗും മാത്രമേ ഉണ്ടാവുള്ളൂ. 3 സിലിണ്ടറിൽ വരുന്നത്. 3 സിലിണ്ടർ K സീരീസ് എഞ്ചിൻ വരുന്നത് നമ്മുടെ സാധാ വാഗണർ കേട്ടോ. പിന്നെ മ്യൂസിക് സിസ്റ്റം ഒരു സാധാ സാധനം അതിനകത്ത് ഇരിപ്പുണ്ട്. വർക്കിംഗ് ആണല്ലോ? എല്ലാം വർക്കിംഗ് ആവും. അതേപോലെ ഇന്റീരിയറിലായാലും നല്ല ഇന്റീരിയറും കാര്യങ്ങളൊക്കെ അടിപൊളിയാ, കുഴപ്പമൊന്നുമില്ല. ബോഡി ആയാലും കുഴപ്പമൊന്നുമില്ലാത്ത ബോഡിയാണ്. 10 എത്ര ഓടിയുണ്ട്? ഇത് 86,000 കിലോമീറ്റർ. 86,000. ഇത് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടാവും? റീപ്ലേസ് ചെയ്തിട്ടില്ല, ക്ലീൻ വണ്ടി. ഓക്കെ, പിന്നെ എന്തായാലും സിംഗിൾ ഓണറാ? സെക്കൻഡ് ഓണർ ആണല്ലേ? പിന്നെ 10 വണ്ടിയാണ്, വലിയ സെക്കൻഡ് സിംഗിൾ ഒന്നും വലിയ കഥയൊന്നുമില്ല. ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് വണ്ടിന്റെ. നമ്മൾ 2021 വണ്ടി മേടിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പേര് മാറാണ്ട് നമുക്ക് തരില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ കിടക്കുന്ന കുറെ വണ്ടികളൊക്കെ എന്റെ പേരിലാക്കി വണ്ടികളുണ്ട്, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ പേരിലും അങ്ങനെയൊക്കെ ആക്കി. അതായത് ഈ സെക്കൻഡ് ഓണർ കാണിക്കുന്ന മിക്കവാറും വണ്ടികൾ നിങ്ങളായിരിക്കും ഞങ്ങളുടെ പേരിലാക്കി വേണ്ടി. കാരണം ചിലവർ വീട്ടിൽ നിന്ന് ഇറക്കണമെങ്കിൽ വണ്ടി പേര് മാറാണ്ട് തരില്ല അല്ലേ? അത് ഓരോരുത്തർക്ക് പേടിയുള്ളതുകൊണ്ടാണ്. ഒരിക്കലും കുറ്റമെന്ന് ഞാൻ പറയില്ല, ശരിക്കും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ വെക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഉത്തരവാദിത്തം ഇവരുതാണ്. അതുമല്ല, ഇവിടെ ഞങ്ങൾ കൊണ്ടുവന്ന പോളിഷ് ചെയ്ത് ഇടാന്നല്ലാണ്ട് ഈ വണ്ടി പിന്നെ പുറത്തേക്ക് ടെസ്റ്റ് ഡ്രൈവിന് മാത്രം ഇറക്കുള്ളൂ. പക്ഷെ ആ ടെസ്റ്റ് ഡ്രൈവിന് പോവാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടാവില്ല? ഞങ്ങള് കൂടെ പോവും. അതും കുറച്ച് തീരെ തിരക്കില്ലാത്തവര് ഞങ്ങൾക്ക് ബാക്കിൽ കയറ്റിണ്ട് അങ്ങനെ പോവുള്ളൂ അല്ലേ? അപ്പൊ എന്തായാലും ആകെ പേടിയൊന്നും വേണ്ട കേട്ടോ. കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് വണ്ടി മറ്റൊരാൾക്ക് കൊടുത്ത് വിടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ നിന്ന് 100% നമ്മൾ ഒരിക്കലും RC ബുക്ക് കൊടുക്കില്ല പാർട്ടിയിൽ. നേരിട്ട് അവരും കൂടി കൊണ്ടുപോയിട്ട് നമ്മൾ നേരിട്ട് RTOസിൽ അത് എവിടെയാണെങ്കിലും നമ്മൾ അത് അങ്ങനെ ചെയ്യുള്ളൂ അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ആ കാര്യങ്ങളൊന്നും ജസ്റ്റിന്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ആർക്കെങ്കിലും അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ അതൊന്നും ആവശ്യമില്ല. 10 മോഡൽ വണ്ടി എന്താ വില? ഇത് നമുക്ക് 2,15,000 രൂപ. 2,15,000 എന്തെങ്കിലും ചെറുതായിട്ട് ചെയ്തു കൊടുക്കാം. അടിപൊളി. ലോൺ നമുക്ക് ഇതൊക്കെ മറ്റേ ചെറിയ ചെറിയ ബാങ്കുകളുണ്ടല്ലോ, ഇക്വിറ്റാസ് ബാങ്ക്, ശ്രീരാം, അങ്ങനത്തെ ബാങ്കുകൾ, ചോളമണ്ഡലം, അങ്ങനത്തെ ബാങ്കുകളൊക്കെ കൊടുക്കും. ഇതൊക്കെ നമുക്ക് 1,25,000 രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഏകദേശം നിങ്ങൾ ഒരു 1 ലക്ഷം രൂപ ഇത് എടുക്കണമെങ്കിൽ കാണണം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സേർട്ട് ലോൺ എടുക്കാതിരിക്കുക. പിന്നെ പ്രൈവറ്റ് ഫിനാൻസ് ഒക്കെ പിന്നെ അത്ര വലിയൊരു പ്രശ്നമില്ല. 9.2 ഫ്ലാറ്റ്, അതായത് ഒരു 10, 12, 13 ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് പലിശ വരുള്ളൂ. എന്തായാലും നോക്കിക്കോളൂ, ആർക്കെങ്കിലും വേണമെങ്കിൽ ക്വാളിറ്റി ഉള്ളൊരു വാഗണർ.
അപ്പോൾ നമ്മുടെ റോയൽ യൂസ്ഡ് കാർസിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാന ഭാഗങ്ങളിലേക്ക് പോവാണ്ട്. അപ്പോൾ ഒരു ലോ ബഡ്ജറ്റ് വണ്ടി വാഗണർ പഴയ ഷേപ്പ് അല്ലേ, 2002 മോഡൽ. ഓ 2 2002 നല്ല വൃത്തിയുണ്ട് ബോഡിയൊക്കെ. അതേപോലെ AC പവർ സ്റ്റിയറിംഗ് എല്ലാം വർക്കിംഗ്. അതേപോലെ ഇന്റീരിയലും ഒക്കെ നല്ല ഇന്റീരിയൽ, ടയർ കണ്ടീഷനും എല്ലാം ഉള്ള വണ്ടി. അതെ അതെ അതെ. 2027 വരെ പേപ്പർ ഉണ്ട് അല്ലേ. വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ AC പവർ സ്റ്റിയറിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, വണ്ടിയാണ്. കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇപ്പൊ ഇതേപോലത്തെ ഒരു വണ്ടി എടുത്തിട്ട് നിങ്ങൾക്ക് പവർ വിൻഡോ ഒക്കെ ചെയ്യണം, വലിയ പൈസ ഒന്നും ഇല്ല. ആകപ്പാടെ 10-15,000 4 പവർ വിൻഡോ ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. വണ്ടി ഓടിക്കാനൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി, ക്വാളിറ്റി ഉണ്ട് അല്ലേ. അത് ബോഡി വൈസ് ഒക്കെ നല്ല വൃത്തിയുണ്ട്, അതിൽ ഒരു കുറ്റം പറയാനില്ല. ഇത് എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നും ഈ 2002 വണ്ടി ആയാലും അങ്ങനെ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, എന്തായാലും നല്ല ബോഡി വൈസ് നല്ല ഇന്റീരിയർ എല്ലാം ഉള്ള ക്വാളിറ്റി ഉള്ള വണ്ടി. ടയർ ഭാഗങ്ങളും ഉണ്ട്. സിംഗിൾ ഓണർ ആണെന്ന് മാത്രം പറയരുത്. ഇല്ല, തേർഡ് ഓണർഷിപ്പ്. ഓക്കെ, സമാധാനം. ഇത് കൂടി സിംഗിൾ ഓണർ എന്ന് കേട്ടാൽ എനിക്ക് വിഷമമാണ്, കാരണം ഇത്രയും സിംഗിൾ ഓണർ വണ്ടികളെ തേർഡ് ഓണർഷിപ്പ് ആണ് അല്ലേ. തേർഡ് ഓണർഷിപ്പ്. ക്ലീൻ വണ്ടിയാണ്, നല്ല നീറ്റാണ്. നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. കിലോമീറ്റർ ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? 2027 വരെ ഇതിന് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്കൊരു 80,000 രൂപ കൊടുക്കാം. 80,000 രൂപ. വണ്ടി ഓടിക്കാനൊക്കെ പക്ക വണ്ടിയാണ്, ഒരു കുഴപ്പമില്ല. നമുക്കൊരു 2008-2009 വണ്ടിയുടെ ക്വാളിറ്റി ഉണ്ടായിരിക്കും വണ്ടിക്കുണ്ട് ഓടിക്കാൻ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഒരു 80,000 രൂപ എടുത്ത് ഒരു പൾസർ വാങ്ങുന്നതിനേക്കാളും നിങ്ങൾക്ക് ഒരു ഫാമിലി 5 പേർക്ക് മഴ കൊള്ളാണ്ട് വെയിൽ കൊള്ളാണ്ട് AC ഇട്ട് തണുത്ത് പോവാം. അതാണ് ഗുണം അല്ലേ. എന്തായാലും നോക്കിക്കോളൂ, ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം ലോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഡീസൽ വണ്ടിയും കൂടി കാണിച്ചു തരാം കേട്ടോ. ഫോർഡ് ഫിഗോ ആണ്. ഫിഗോ ഏതാ മോഡല്? 2011 മോഡല്. 11 11 ഡീസൽ അല്ലേ. അത്യാവശ്യം മൈലേജ് ഉണ്ടാവും കേട്ടോ, ഏകദേശം ഒരു 18-20 മൈലേജ് കിട്ടും. പിന്നെ ഫോർഡിന്റെ വണ്ടിയാണ്, അതായത് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നല്ല കുറ്റിയുറപ്പുള്ള വണ്ടി എന്ന് പറയും അല്ലേ. പിന്നെ ഇത് മെയിൻ ഗ്ലാസിന് പൊട്ടുണ്ടല്ലോ. മെയിൻ ഗ്ലാസ് മുട്ടുണ്ട്, നമ്മൾ മാറ്റി കൊടുക്കും. കല്ലടിച്ചാണ് ഇവിടെ പുല്ല് കിട്ടുമ്പോൾ. ഇത് ശരിക്കും ഇപ്പൊ അന്നത്തെ ഗ്ലാസ് തന്നെയാണ്, അതെ അതെ, മാറിയിട്ടില്ല. ഓക്കെ, അത് നിങ്ങൾ വരിക, വന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരും ഇതെന്താ പറ്റിയെന്നുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി തരും, ഇല്ല അതിന്റെ പൈസ കുറച്ച് അല്ല, നമ്മൾ അത് കാരണം അത് മാറ്റാണ്ട് വെച്ചിരിക്കുന്ന അല്ലേ. ഓക്കെ, പിന്നെ ഇന്റീരിയറൊക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. 2 ഡോർ വിൻഡോ വരും, AC പവർ സ്റ്റിയറിംഗും വരും. അലോയ് വീൽസ് ഇല്ല, പക്ഷേ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 70% ഉണ്ട്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഗ്ലാസിന്റെ മാത്രമേ ഉള്ളൂ അല്ലേ. ഇത് 11 എത്ര ഓട്ടം 10-20 ഓടിയിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ അത്ര ഉറപ്പ് പറയില്ല. ഓക്കെ, ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്യാൻ കേട്ടോ. ഇതൊക്കെ ഒന്ന് പോളിഷ് ചെയ്താൽ കുറച്ചും കൂടി വൃത്തിയാവും. എനിക്ക് തോന്നുന്നു ഇത് ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് വലിയ പൈസ ഇറക്കാണ്ട് വെച്ചാൽ തോന്നുന്നു അല്ലേ. ചെറിയ വണ്ടിയായ കാരണം നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇത് നമുക്ക് 1,10,000 രൂപ കൊടുക്കാം. ഗ്ലാസ് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോ ഗ്ലാസ് മാറ്റണ്ടെന്നുണ്ടെങ്കിൽ പൈസ കുറച്ച് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം 1,00,000 രൂപ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, എന്തായാലും പേപ്പറൊക്കെ ഉണ്ടല്ലോ അല്ലേ. ഉണ്ട് 11,000-26 വരെ പേപ്പർ ഉണ്ട്. ഇൻഷുറൻസ് 25 ഫസ്റ്റ് വേരിയന്റ് ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വണ്ടി, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങളൊന്ന് നോക്കിക്കോട്ടെ, നല്ല നീറ്റ് വണ്ടിയാണ്. ആർക്കെങ്കിലും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. 1,10,000 രൂപയിൽ ഇതൊക്കെ കുറച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ തരും. ലോൺ ഈ പറഞ്ഞ പോലെ ലോൺ 11 കിട്ടുമോ? 11 ഇതിനൊക്കെ ഒരു 50,000 രൂപ കിട്ടും, 60,000 രൂപ റേഞ്ചിലൊക്കെ. അത് ഈ പറഞ്ഞ പോലെ സേട്ടും ഒക്കെ ആയിരിക്കും. പിന്നെ പ്രൈവറ്റ് ഫിനാൻസ് എനിക്ക് തോന്നുന്നു ഫോർഡിന്റെ ഫിഗോയ്ക്കൊന്നും ഇപ്പൊ കൊടുക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. എന്തായാലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട സ്ഥിതി ചെയ്യുന്ന നമ്മുടെ റോയൽ യൂസ്ഡ് കാർസിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടി ഒരു ഡിസയർ ആണ് അല്ലേ. 2010 മോഡൽ ഡീസൽ VDI 10 മോഡൽ ഡീസലാണ്. പക്ഷെ ഇതിന്റെ അകത്ത് പുതിയ വണ്ടീന്റെ അലോയ് വീൽസ് നാളെ ചെയ്തിട്ടുണ്ട് കേട്ടോ. സീറ്റ് കവർ അതേപോലെ ഇന്റീരിയലൊക്കെ നല്ല വൃത്തി തന്നെയാണ്. ഇത് ഡീസൽ ആയതുകൊണ്ട് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 1,10,000 കിലോമീറ്റർ ഓടിക്കും. ജെനുവിൻ ആയിരിക്കോ? ഓടിക്കാനൊക്കെ നല്ല പക്ക വണ്ടിയാണ്. അതെ അല്ലേ, ഏകദേശം ജെനുവിൻ ആയിരിക്കും. ഏകദേശം ജെനുവിൻ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത്രയും നല്ല ഉണ്ടാവില്ല. സ്മൂത്തും അതേപോലെ നല്ല ഓടിക്കാനൊക്കെ അത്രയും സുഖമുള്ള വണ്ടിയാണ്. ഇന്റീരിയർ നല്ല വൃത്തി എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. ഇത് എന്തെങ്കിലും ബോഡിമേ ആയാലും വേറെ ഡെന്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ. ക്ലീൻ വണ്ടികളിൽ ഒരെണ്ണമാണ്. ടയർ ഭാഗങ്ങളാണെങ്കിലും ഏകദേശം ഒരു 70% ടയർ ഉണ്ട് കേട്ടോ. അലോയ്സ് ഉണ്ട്. അതെ അതെ, നല്ല വൃത്തിയുണ്ട്. മെയിനായിട്ട് പറയേണ്ടത് ബോഡി വൈസ് നല്ല വൃത്തിയുണ്ട്. ഒരു സിൽക്കി ഗോൾഡ് കളറുള്ള വണ്ടിയാണ്. പിന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ. ഓടിക്കാനൊക്കെ പക്ക വണ്ടിയാണ്. 10 നമുക്ക് ഇത് എത്രയ്ക്ക് കൊടുക്കാം? നമുക്ക് 2,40 കൊടുക്കാം. 2,40 VDI അല്ലേ. മിഡിൽ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ഒരു വണ്ടിയും കൂടിയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ 2010 മോഡൽ ഇത്രയും ക്ലീൻ വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഒരുവിധം എല്ലാവർക്കും താല്പര്യപ്പെടുന്ന വണ്ടികളാണ് ഇതെല്ലാം അല്ലേ. നമ്മൾ അങ്ങനത്തെ വണ്ടികളാണ് കൂടുതലും കൊണ്ടുവരുന്നത്. അതാകുമ്പോൾ നമുക്ക് വിൽക്കാനും സുഖമുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. സാധാരണക്കാർക്ക് എടുക്കാൻ താല്പര്യമുള്ളതും അങ്ങനത്തെയാണ്. പിന്നെ ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ എല്ലാവരും നോക്കുന്നതുമാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിച്ചത് എല്ലാം ലോ ബഡ്ജറ്റാണ്. വലിയ വിലേൻ്റെ ഒരു വണ്ടി പോലും ഞാൻ കാണിച്ചില്ല. അപ്പോൾ എന്തായാലും ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടീൻ്റെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മളെല്ലാം വാട്സാപ്പ് നമ്പർ തന്നാൽ നമ്മളൊക്കെ അയച്ചു കൊടുക്കും അല്ലേ.
പിന്നെ ഒരുപാട് പേര് പുറത്തുനിന്നൊക്കെ വിളിക്കുന്നവരുണ്ടാവും അല്ലേ? ഒരുപാട് പേരെന്ന് വെച്ചാൽ അത്രയധികം ആൾക്കാർ പുറത്തുനിന്ന് വിളിക്കുക മാത്രമല്ല, വണ്ടി വെറുതെ ഈ ഫോട്ടോസ് മാത്രം കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അഡ്വാൻസ് അവര് ഇട്ട് തരാന്ന് പറഞ്ഞാലും നമുക്ക് എനിക്ക് അവര് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് എടുത്തിട്ട് പോണത് ഇഷ്ടം. പക്ഷെ അവര് അതിനൊന്നും മെനക്കെടാണ്ട് അവര് അപ്പൊ തന്നെ ഗൂഗിൾ പേ ചെയ്ത് അവര് ആരെങ്കിലും അത് കഴിഞ്ഞിട്ട് 10 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലും വിട്ട് ബൈ ഹാൻഡ് ക്യാഷ് തന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോവുക. അങ്ങനെയാണല്ലേ? ഞാൻ തന്നെയാണെങ്കിലും ചിലപ്പോൾ അത് ചെയ്യില്ല. അതും 100 കിലോമീറ്റർ അകലെ അല്ലെങ്കിൽ 200 കിലോമീറ്റർ എന്നൊക്കെ അകലെ വന്നിട്ട് വണ്ടി അടക്കം കാണാണ്ട് ചിലപ്പോൾ ഞാനടക്കം ചെയ്തൊന്നുമില്ല. എന്നാലും ഒരുപാട് വണ്ടി, ഒരു കുറഞ്ഞത് ഇപ്പൊ ഒരു 4 വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 25 വണ്ടിയിലും മേലെ അതേപോലെ എടുത്തു അങ്ങനെ പോയിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ അതൊക്കെ എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ സന്തോഷം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചേട്ടനെ വിശ്വസിച്ച് അല്ലെങ്കിൽ എന്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചത് വിശ്വസിച്ച് അങ്ങനെ ആൾക്കാർ എടുക്കാന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത്ഭുതം പോലെയാണ്. അതെ. പക്ഷെ അതിനകത്ത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എന്ത് തന്നെ ആയാലും ഇതെല്ലാം നെറ്റിലും ബോൾട്ടിലും ഓടുന്ന പഴയ സാധനങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളങ്ങനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും മേജറൊക്കെ അവര് ഉണ്ടെന്ന് പറയാൻ നമ്മളപ്പോ തന്നെ വണ്ടി തിരിച്ചു കൊണ്ടുവന്നു, നമ്മളപ്പോ തന്നെ പൈസ തിരിച്ചു കൊടുക്കും. അതെ. അപ്പൊ എന്തായാലും നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കില്ല. എന്നിരുന്നാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ വണ്ടി കാണാണ്ട് എടുക്കാതിരിക്കുക. മാക്സിമം വന്ന് നോക്കിയിട്ടൊക്കെ തന്നെ എടുക്കാവുള്ളൂ. അപ്പൊ എന്തായാലും ഞാൻ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു എപ്പിസോഡ് നമുക്ക് അങ്ങ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓൾമോസ്റ്റ് നമ്മൾ 2 എപ്പിസോഡിലായിട്ട് ഏകദേശം ഒരു 10-60 വണ്ടിയോളം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഏതെങ്കിലും വണ്ടി വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല വണ്ടികൾ വില കുറച്ച് എന്തായാലും തരുന്നതാണ്. ഈ ഒരു എപ്പിസോഡ് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു സ്റ്റോക്ക് കയറുമ്പോൾ വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.